Welcome to Plus 2 exam package part 18. Electrostatics, especially dipole and general topics. Dipole and flux mainly. ഡൈപോളിൻ്റെ ചില പോയിൻറ്റ്സ് പല പോസ്റ്റിങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ എടുത്ത് വെച്ചിരിക്കുന്നു. ഡൈപോളിൻ്റെ ആക്സിസ് ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഡൈപോൾ മോമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ഡൈപോൾ സെപ്പറേഷൻ. അത് മൈനസ് ചാർജിൽ നിന്നും പ്ലസ് ചാർജിലേക്കാണ് ആ പി വെക്ടറിൻ്റെ ഡയറക്ഷൻ. അത് എപ്പോഴും ഓർത്തിരിക്കണം. ഡൈപോൾ മോമെൻറ്റ് ഈസ് എ വെക്ടർ ഹൂസ് ഡയറക്ഷൻ ഈസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഇപ്പോൾ ഡൈപോൾ ആക്സിസ് എന്ന് പറയുമ്പോൾ ആ ഡൈപോൾ ആക്സിസിന് പാരലായിട്ടുള്ള വെക്ടർ പി, ഡയറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ, ഈ ആംഗിൾ തീറ്റ. എങ്കിൽ ഈ ഡൈപോൾ എപ്പോഴും ഈ രണ്ട് ചാർജിലും ഇ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് കപ്പിൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ച് ഫീൽഡിന് പാരലായിട്ട് കൊണ്ടുവരാൻ ഫീൽഡ് ശ്രമിക്കും. അപ്പോൾ ഫീൽഡ് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യും. ദ ടോർക്ക് ഈസ് പി ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ. വെക്ടർ ഫോമിൽ പറഞ്ഞാൽ വെക്ടർ ടോ ഈക്വൽസ് പി ക്രോസ് ഇ. ഇ ക്രോസ് പി അല്ല, പി ക്രോസ് ഇ. ഇനി ഇപ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇത് തിരിച്ച് ഫീൽഡിന് പാരലായിട്ട് വരാനായിട്ട് ശ്രമിക്കും. പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നിടത്തെല്ലാം പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മുകളിലോട്ട് എറിയുന്നൊരു കല്ല് തിരിച്ച് ഗ്രൗണ്ടിൽ വരാൻ ശ്രമിക്കും. കല്ലല്ല ശ്രമിക്കുന്നത്, എർത്ത് അതിനെ പിടിച്ചു കൊണ്ടിരുന്നത്. എങ്കിലും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിരിക്കുന്ന ചില സൗകര്യത്തിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ലീസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഉള്ള പൊസിഷനിലേക്ക് ഇത് തിരിച്ചു വരാൻ ശ്രമിക്കും. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ദറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് പി ഇൻറ്റു ഇ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഫോർമുല. അപ്പോൾ ഫീൽഡിന് പാരലായിട്ട് നിൽക്കുമ്പോൾ തീറ്റ 0 അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് പി ഇൻറ്റു ഇ ഇൻറ്റു 1 മൈനസ് കോസ് 0. കോസ് 0 ഈസ് 1, 1 മൈനസ് 1 ഈസ് 0. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 മിനിമം. അപ്പോൾ പിന്നെ അപ്പോൾ ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. കാരണം ഇതിനെ പാരലായിട്ട് നിൽക്കുന്ന ഡൈപോളിനെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിസ്റ്റർബ് ചെയ്താലും തിരിച്ച് അത് പാരലായിട്ട് തന്നെ വരും. അതുകൊണ്ട് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണെന്ന് പറയും. ഇനി ഇത് തീറ്റ 1 എന്ന ആംഗിളിൽ നിന്നും തീറ്റ 2ലേക്ക് നമ്മൾ തിരിക്കണം. അതിന് നമ്മൾ വർക്ക് ചെയ്യണം, അങ്ങോട്ട് വർക്ക് ചെയ്യണം. ഫീൽഡിനെ തിരിച്ചു കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഫീൽഡിന് പാരലായിട്ട്. അപ്പോൾ നമ്മൾ തീറ്റ 1 തീറ്റ 2 രണ്ട് റെഫറൻസ് ആംഗിൾസ്. തീറ്റ 1 തീറ്റ 2 തിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് W ഈക്വൽസ് പി ഇ ഇൻറ്റു ഡൈപോൾ മോമെൻറ്റ് ഇൻറ്റു ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇത് ജനറൽ ഫോർമുലയാണ്. ഇത് ഇനിഷ്യൽ ആംഗിൾ, ഇത് ഫൈനൽ ആംഗിൾ. അത് ഓർത്തുകൊണ്ടാൽ മതി. പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനിത് ഈ ഫോമിൽ പഠിച്ചാൽ ഉപകരിക്കും. ഇനി ഡൈപോളിന് 2 പൊസിഷൻസ് ക്രിട്ടിക്കലായിട്ടുണ്ട്. ഒന്ന്, ഈ ഡൈപോൾ മോമെൻറ്റ് വെക്ടർ ഇയുടെ ഡയറക്ഷനിൽ വരുന്ന വിധത്തിൽ അലൈൻ ചെയ്യുക. ഇപ്പോൾ പ്ലസ് ക്യൂ മുകളിലും മൈനസ് ക്യൂ താഴെ. അപ്പോൾ പി ഇയുടെ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തീറ്റ 0 തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് ഈസ് പി ഇ ഇൻറ്റു സൈൻ 0 0. അപ്പോൾ ടോർക്ക് 0 പൊട്ടൻഷ്യൽ എനർജി ഈസ് പി ഇ ഇൻറ്റു 1 മൈനസ് കോസ് 0. കോസ് 0 ഈസ് 1. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് പി ഇ ഇൻറ്റു 1 മൈനസ് 1 0. അപ്പോൾ ഈ പൊസിഷനിൽ പി ഇക്ക് പാരലായിട്ട് വരുമ്പോൾ ടോർക്ക് 0, പൊട്ടൻഷ്യൽ എനർജി 0. 0 ഈസ് മിനിമം ഹിയർ. ഇവിടെ ഇപ്പോൾ അത് മിനിമമാണ്. ജനറൽ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയായിട്ട് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മൾ 0 അങ്ങ് തിരിക്കുക മിനിമമായിട്ട്.
ഇതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുക ഓഫ് ദി ഡൈപോൾ. നേരെ മറിച്ച് ഇത് N4 തിരിക്കുന്നു. അതായത് -q മുകളിൽ വരുന്നു, +q താഴെ വരുന്നു. ഇപ്പോൾ θ180 θ180 ആണെങ്കിൽ ടോർക്ക് ഈസ് PE × sin 180. sin 180 0 അപ്പോൾ ടോർക്ക് 0. പൊട്ടൻഷ്യൽ എനർജി PE × 1 - cos 180. cos 180 is -1. So 1 - -1 is 2. So potential energy is 2 × PE. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ടോർക്ക് 0. ടോർക്ക് 0 ആയതുകൊണ്ട് ഇതൊരു ഇക്വിലിബ്രിയം തന്നെയാണ്. ഇതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഹയസ്റ്റാണ്. ഒരു ചെറിയ അനക്കം മതി, ഇത് കറങ്ങിത്തിരിഞ്ഞ് ഈ പൊസിഷനിൽ വരും. ഇത് പെർമനൻ്റായിട്ട് ഇങ്ങനെ നിൽക്കില്ല. ശല്യം ചെയ്തില്ല നിൽക്കും. ചെറിയൊരു ഡിസ്റ്റർബൻസ് മതി ഇത് അപ്സെറ്റ് ആകാൻ. അതുകൊണ്ട് അതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ടോർക്കും പൊട്ടൻഷ്യൽ എനർജിയും 0. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ടോർക്ക് 0, പൊട്ടൻഷ്യൽ എനർജി 2PE മാക്സിമം. അത് എപ്പോഴും അറിഞ്ഞിരിക്കുക. അടുത്ത പോയിൻ്റ്, 2 similar charges +q each are placed a certain distance apart. A third charge Q0, ആദ്യം പറഞ്ഞ +Q, ഇപ്പോൾ പറഞ്ഞത് a third charge small q0 is placed midway between them. Will Q0 be in equilibrium? And if so, what is the nature of the equilibrium? What about potential energy of Q0? +Q. 2r അകലത്തിൽ സർട്ടൺ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2r ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നു. അതിൻ്റെ മിഡ് പോയിൻറ്റിൽ സ്മോൾ q0 ഇതും പ്ലസ് ആണെന്നിരിക്കട്ടെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇത് ഇക്വിലിബ്രിയത്തിലാണോ എന്നാണ് ചോദ്യം. ഇവിടെ ഈ ചാർജ് Q0യെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഈ ചാർജ് Q0യെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ Q0 ഈസ് 0. നെറ്റ് ഫോഴ്സ് 0. പക്ഷേ ഇത് അല്പം ഇവിടെ ഒന്ന്, അപ്പം ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഡൈപോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 180 ഡിഗ്രി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ 180 ഡിഗ്രി തിരിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ടോർക്ക് 0. അപ്പോൾ നമ്മളതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ചെറിയൊരു ഡിസ്റ്റർബൻസ് മതി ഇത് തിരിച്ചു പോകാൻ. അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അവിടെ ടോർക്കിന് വരെ ഇവിടെ ഫോഴ്സ് 0. അപ്പോൾ ഇത് റസ്റ്റിൽ ഇവിടെ നിൽക്കും, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. പക്ഷേ അല്പം ഇത് ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ്, അല്പം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയാൽ ഇതിൻ്റെ റിപ്പൽഷൻ കൂടും ഇങ്ങോട്ട്, ഇതിൻ്റെ റിപ്പൽഷൻ കുറയും. അപ്പോൾ ഇതിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരും. മനസ്സിലായല്ലോ? ഇത് അല്പം ഇങ്ങോട്ടൊന്ന് നീക്കിയാൽ ഇതിനോട് അടുക്കുക, അപ്പോൾ ഇതിൻ്റെ റിപ്പൽഷൻ കൂടും, ഇതിൻ്റെ റിപ്പൽഷൻ കുറയും. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇതിലുണ്ടാകുക. അപ്പോൾ ഇക്വിലിബ്രിയം അപ്സെറ്റായി. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് കൊടുത്താൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം അപ്സെറ്റ് ആകും. അപ്പോൾ ചുരുക്കത്തിൽ ഇത് ഇക്വിലിബ്രിയത്തിലാണ് അറ്റ് ദി മിഡ് പോയിൻ്റ്. അറ്റ് ദി സെയിം ടൈം ദി ഇക്വിലിബ്രിയം ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണിത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ അവിടെ വിട്ടുപോകുമെങ്കിൽ അതല്ല അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ഇതും കൂടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇതും കൂടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. രണ്ട് ചാർജ് Q1 Q2 ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ അത് തമ്മിലുള്ള ദൂരം R. അപ്പോൾ ഇവിടെ ഈ ഇതും കൂടെയുള്ള പൊട്ടൻഷ്യൽ എനർജി 1/4πε0 ഇൻറ്റു Q0 Q1 Q2 Q ഇൻറ്റു Q0 ബൈ R. ഇതും കൂടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ഇത് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് ദിസ് ഇൻറ്റു 2. അപ്പോൾ നോക്കി ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമമാണ്, പക്ഷേ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0യാണ്. മുമ്പേ ഡൈപോളിൻ്റെ കേസിൽ ടോർക്ക് 0, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരുന്നു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ. ഇവിടെ അത് തന്നെ. അപ്പോൾ ഇത് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഇതേ സിസ്റ്റത്തിന് ഇത് ബാധകമാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ. അടുത്ത പോയിട്ട് ക്യാപിറ്റൽ N lines of force start from a charged sphere. What is the electric intensity at distance small r from the center of the sphere? So, ഒരു ചാർജ്ഡ് സ്ഫിയർ, ഇതിൽ നിന്ന് R ഡിസ്റ്റൻസിലുള്ള ഇൻറ്റൻസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ക്യാപിറ്റൽ N ലൈൻസ് ഇറങ്ങിപ്പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 6 റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സ്ഫെറിക്കൽ സർഫസ്, ഒരു ഗോസിയൻ സർഫസ് അങ്ങ് വരയ്ക്കുക. എങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദി ക്ലോസ് സർഫസ് ഈസ് E ഇൻറ്റു A. Psi ഈക്വൽസ് E ഇൻറ്റു A. അതിവിടെ എന്നാണ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ലൈൻസ് എന്നാ, അത്രയും ലൈൻസ് അല്ലേ ഇതിൽ കൂടെ കടന്നു പോകേണ്ടത് സ്ഫിയറിൽ കൂടെ. അപ്പോൾ ചുരുക്കത്തിൽ E ഇൻറ്റു A ഈക്വൽസ് N. Therefore E ഈക്വൽസ് N ബൈ A. ഈക്വൽസ് N ബൈ A എന്ന് പറഞ്ഞ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ 4πr². ചുരുക്കത്തിൽ ഇൻറ്റൻസിറ്റി അറ്റ് ഡിസ്റ്റൻസ് R ഈസ് N ബൈ 4πr². അത്രയും ന്യൂട്ടൺ പെർ കുളംബ്. ദാറ്റ്സ് ഓൾ. അടുത്ത ചോദ്യം. N1 ലൈൻ സെൻറ്റർ എ ക്ലോസ്ഡ് സർഫസ്, N2 ലൈൻസ്, ക്യാപിറ്റൽ Nഉം N1ഉം ക്യാപിറ്റൽ N2, N2 ലൈൻസ് ലീവ് ദി സർഫസ്. If N2 is greater than N1, what is the charge enclosed by the surface? Closed surface. What is the sign of the charge? N1 ലൈൻസ് ഒരു ക്ലോസ് സർഫസിലേക്ക് ചെന്ന് കയറുന്നു, N2 ലൈൻസ് ഇറങ്ങിപ്പോകുന്നു. എങ്കിൽ വാട്ട് ഈസ് ദി നെറ്റ് ചാർജ് ഇൻസൈഡ് ദി സർഫസ്? ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതിൻ്റെ സൈനും കാണണം ചാർജ് ഉണ്ടെങ്കിൽ. നമുക്ക് നെറ്റ് ഫ്ലക്സ് ലീവിങ്, ഇവിടെ N1 അകത്തോട്ട് കയറുന്നു, N2 ഇറങ്ങിപ്പോകുന്നു. N2 ആ വലുതെന്നും പറയുന്നുണ്ട് N1നേക്കാൾ. അപ്പം നെറ്റ് ചാർജ് ലീവിങ് ദി സർഫസ്, അതിനെ ആ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. Psi ഈക്വൽസ് N2 മൈനസ് N1. ഇറങ്ങിപ്പോയത് മൈനസ് കയറിയത്. ഇത് പോസിറ്റീവാണ്, കാരണം N2 ഈസ് ഗ്രേറ്റർ ദാൻ N1 എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ദിസ് ഈസ് പോസിറ്റീവ്. ഇനി ഗോസ് ലോ അനുസരിച്ച് ദിസ് ടോട്ടൽ ഫ്ലക്സ് ഈക്വൽസ് 1/ε0 ഇൻറ്റു Q. Therefore Q ഈക്വൽസ് ε0 ഇൻറ്റു psi. That is ε0 into psi is N2 minus N1. This is positive. That means charge enclosed, ഇത്രയും ചാർജാണ്, അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് സർഫസിനുള്ളിൽ. ഇത് പോസിറ്റീവ് എന്നാണ് കിട്ടിയത്. സോ സൈൻ ഓഫ് ദി ചാർജ് ഈസ് പ്ലസ്. കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണ്, പക്ഷേ ഇത് നല്ല സബ്ജക്റ്റ്, നല്ല ഗ്രാഹ്യം ഉണ്ടെങ്കിൽ എളുപ്പമായി ചെയ്യാം. അടുത്ത ചോദ്യം. What is the acceleration of an electron in a uniform electric field of 10⁶ Newton per Coulomb? ഇത് A ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ A. What is the acceleration of an electron in a uniform electric field of 10⁶ Newton per Coulomb? B. How long would it take for the electron starting from rest to attain 1/10 the speed of light?
C. What consideration limits acceptance of the above results? ഇതാണ് ചോദ്യം. ആക്സിലറേഷൻ ഒരു ഇലക്ട്രോൺ ഉണ്ട് കാണാനായി യോജിക്കുന്ന ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ആക്സിലറേഷൻ A=F/m. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് F/m. F ഈസ് EQ/m. E 10⁻⁶ ഇൻറ്റു Q ഈസ് ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁹ ബൈ മാസ് ഓഫ് ദി ഇലക്ട്രോൺ. അത് തന്നിട്ടുണ്ട്, അതുപോലെ എടുത്തോണം. ഇല്ലേ 9 × 10⁻31 കിലോഗ്രാം. അപ്പോൾ ആക്സിലറേഷൻ 1.78 × 10⁻17 m/s² എന്ന് വരും. ഇനി നമുക്കറിയാം V = U+AT. ഇക്വേഷൻ ഓഫ് മോഷൻ U0 സ്റ്റാർട്ടിങ് ഫ്രം റസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ U ഈസ് 0, സോ V = AT. സോ ദാറ്റ് T ടൈം ആയോജിക്കുന്നത് ഹൗ ലോങ് എന്ന് ആയോജിക്കുന്നത് T = V/A. V പക്ഷേ C/10 ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ 1/10 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ C/10 ആണ് V. ഇപ്പോൾ C/10 A. C ഈസ് 3 × 10⁻8 by 10 into acceleration 1.78 × 10⁻17. So it is 1.69 × 10⁻10 seconds. That is the answer. C യോജിക്കുന്നത് എന്ത് ലിമിറ്റേഷനാണ്, കൺസിഡറേഷനാണ് ഇതിൻ്റെ ഈ റിസൾട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ എന്താണെന്നുള്ളത്. മാസ് ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് എടുത്ത ന്യൂട്ടൻ്റെ ലോ F = ma നമ്മൾ അപ്ലൈ ചെയ്തത്. പക്ഷേ അക്കോർഡിംഗ് ടു റിലേറ്റിവിറ്റി മാസ് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. മാസ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, സോ ദാറ്റ് വി കനോട്ട് അപ്ലൈ ന്യൂട്ടൺസ് ലോ ആസ് ഇറ്റ് ഈസ്. ദാറ്റ് ഈസ് ദി ലിമിറ്റേഷൻ. അടുത്ത പോയിന്റ്. A point charge of 10⁻⁻6 coulomb is at the center of a cubical Gaussian surface. 0.5 meter on edge. What is the electric flux for the surface? സർഫസിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട. ടോട്ടൽ ക്ലോസ്ഡ് സർഫസ് ആണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലിരിക്കുന്ന ചാർജിൽ നിന്നും പുറപ്പെട്ട ഫ്ലക്സാണ്, ലൈൻസ് ഓഫ് ഫോഴ്സാണ്. അത് 1/ε0 ഒരു കുളമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്കിൽ Q കുളമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് 1/ε0 × Q. 1/ε0 എന്ന് പറഞ്ഞാൽ 1/ε0 is 10⁻⁻9/36 π × Q. 10⁻⁻6 കുളമ്പ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ദിസ് ഈസ് 36 π × 10⁻³ എന്ന് വരും. ന്യൂട്ടൺ m² പെർ കുളമ്പ്. അത് ആ ഫ്ലക്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഈ ചാർജിൻ്റെ ചുറ്റുമുള്ള സർഫസിൻ്റെ ഗോസിയൻ സർഫസിൻ്റെ ഷേപ്പ് നോക്കണ്ട. സർഫസിൽ കൂടെ കടന്നു പോയ ടോട്ടൽ ഫ്ലക്സ് എത്ര ആണെന്ന് ചോദിച്ചാൽ സർഫസിൻ്റെ വലിപ്പം നോക്കണ്ട, ഷേപ്പ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഈ ചാർജിൽ നിന്ന് എത്ര ലൈൻസ് ഇറങ്ങിപ്പോയി എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഈ സർഫസിൽ കൂടെ കടന്നല്ലേ പോകാനൊക്കെ ഉള്ളൂ. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ട തത്വം. ദി റെസ്റ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് പോസ്റ്റിങ്സ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.